ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കുമ്പളങ്ങ വെച്ചുള്ള ഒരു ഒഴിച്ചു കറിയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. ഒരു 1/2 കിലോ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 മുറിയിലധികം നാളികേരം ചിരവിയതാണ്, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി, പിന്നെ ഒരു 100 ഗ്രാം പരിപ്പ്, അതായത് നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണ്. ഒരു ഹാഫ് വേവിൽ ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വേവ് കുറച്ച് പരിപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അത് ആ കുമ്പളങ്ങ ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുത്തു, കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ വേവിച്ച് ആ പരിപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ബാക്കി വേവ് ഇതിന്ന് വെന്തോളും. ഒരുപാട് അങ്ങോട്ട് വേവാതെ പരിപ്പ് വെക്കുക, അതാണ് നല്ലൊരു ടേസ്റ്റ്. ഇടയിലൊന്ന് കടിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിന് നികരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തു. ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഇഞ്ചി ചേർത്തിട്ടില്ലാത്തവർ എന്തായാലും ചേർത്ത് ചെയ്ത് നോക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 3/4 സ്പൂണിൽ അധികം ഉണ്ടാവും. എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ടിട്ട് നമ്മളിതൊന്ന് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ആ തേങ്ങ അരച്ച് വരാം. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും ഒരു 5 വെള്ളുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളുള്ളി അല്ലി ഇതേപോലെ ചേർത്ത് അരച്ച് കറി വെച്ച് നോക്കുക, നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതാ തുറന്ന് നോക്കി. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കഷ്ണങ്ങളൊന്നും മുഴുവനായിട്ട് വെന്തിട്ടില്ല. 5 മിനിറ്റ് കൊണ്ട് വേവില്ലല്ലേ. ഇനി നമ്മൾ നേരത്തെ എടുത്ത പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിവെള്ളം എല്ലാം ഇതാ ചേർത്ത് കൊടുത്ത് അതിൻ്റെ വേസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഈ കറി ഒരു 6-7 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോളും. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു 7 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഇതാ നമ്മൾക്ക് കറി തുറന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. പരിപ്പ് ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. ആ കുമ്പളങ്ങയുടെ ട്രാൻസ്പെറൻറ്റ് കളർ ഇങ്ങനെ മാറി വരുമ്പോൾ നമുക്കറിയാമല്ലോ വെന്തതായിട്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരപ്പും ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിക്ക് പാകമായ ഒരു ലൂസായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഇനി അത് 2 മിനിറ്റും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വരണം. 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പോരാത്ത ഉപ്പ് കൂടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കറി ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. കുമ്പളങ്ങയും പരിപ്പും കൂടി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചൂടാറിയ ഒന്നുകൂടി തിക്കാവും. ഇപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 സ്പൂൺ അളവിൽ കടുക് ഇടുക. എന്നിട്ടൊരു 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾക്കൊരു അല്പം കളറിന് വേണ്ടി ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഒഴിച്ചു കറി റെഡിയായി. അപ്പോൾ ഇതേപോലെ പരിപ്പ് അധികം വേവിക്കാതെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. കൂടെ ഇഞ്ചി എല്ലാം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ തിക്കൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഒഴിച്ചു കറി ഉണ്ട്. പിന്നെ നമ്മൾക്കൊരു അയില പൊരിച്ചതാണ്. അപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.